ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ 4 ദിവസമായി സന്നദ്ധ സംഘടനകൾ, വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ വിതരണം നിർത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമല്ല, വേദനയുണ്ട്. കാരണം ഒരു ദുരന്തമുഖത്ത് പ്രതിഷേധങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയല്ല. പക്ഷേ അതിനകത്ത് വേദനയുണ്ട്. കാരണം കഴിഞ്ഞ 4 ദിവസമായി വളരെ കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കൂട്ടായി സാധിച്ചു. പക്ഷെ ഒരു കാരണവുമില്ലാതെ ഇന്നലെ DIG വന്ന് വളരെ മോശമായി, വൈറ്റ് ഗാർഡ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള സേവനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവരെ ആക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ പ്രവർത്തകർ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സൂചിപ്പിച്ചതുപോലെ ദിവസം 10,000 ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാരവിക്ഷുബ്ധനായി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ, ഈ നാട്ടുകാരനാണ്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട്. അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും പോലീസ് ഞങ്ങളെ തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG ആയിട്ടാണ് സംസാരിച്ചത്. DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം, സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം. അവർ ലഘുഭക്ഷണം, ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതായത് 30-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ്, അതുപോലെ 2-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, അതായത് ബ്രെഡ് കാണാം. ആ ബ്രെഡില് പൂപ്പലടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ്, അത് ലഘുഭക്ഷണമാണ്. പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമസ്കാരം. പ്രകൃതി ദുരന്തം തകർത്തെറിഞ്ഞ് വയനാട്ടിൽ, ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ ഇപ്പോൾ മനുഷ്യ ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സമകാലീന വയനാട്ടിലെ സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുരന്തം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം തന്നെ വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്ന് നേരിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി എത്തിയ ശാസ്ത്ര സാങ്കേതിക സംഘം, ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക സംഘത്തിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിടുന്നു, കൂച്ചുവിലങ്ങിടുന്നു. നിങ്ങൾ വയനാടിനെ കുറിച്ച് എന്ത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിലും, വയനാടിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് എന്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയതെങ്കിലും അത് ഒരു കാരണവശാലും പൊതുജന സമൂഹത്തിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ വിളിച്ചു പറയാൻ പാടില്ല. അതായത് ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകരുടെ, ഭാരതം മാനിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ വരെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഉത്തരവിട്ടത്. നോക്കണം, ഇത് സർക്കാരിന്റെ പിടിപ്പുകേട്, അല്ലെങ്കിൽ വയനാട്ടിൽ ഉണ്ടായിരുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന് സർക്കാർ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് എന്നുള്ള വിവരം ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകർ പുനർലോകത്തോട് വിളിച്ചു പറയാതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുജ്ഞയോടുകൂടി തന്നെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ മുതലായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിളിച്ചു പറയാൻ പാടില്ല. ഇത് പിന്നീട് ജനങ്ങൾ അറിഞ്ഞു, മാധ്യമങ്ങൾ പുറത്തറിയിച്ചു. ഒച്ചപ്പാടായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ ഉത്തരവ് പിൻവലിക്കുവാൻ വേണ്ടി തന്റെ ചീഫ് സെക്രട്ടറിക്ക് ഉത്തരവിറക്കുന്നു. പിണറായി വിജയനെ പോലുള്ള ധാർഷ്ട്യക്കാരനായ, അഹങ്കാരിയായ, തൻ പ്രമാണിത്വമുള്ള ഒരു നേതാവിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ ഉദ്യോഗസ്ഥരോട്, ശാസ്ത്രജ്ഞരോട് വയനാട്ടിൽ നടന്നത് എന്താണ് എന്ന് പൊതുജനങ്ങളോട് വിളിച്ചു പറയാൻ പാടില്ല എന്ന് അവർക്ക് കൂച്ചുവിലങ്ങിടും വിധം ഒരു ഉത്തരവിടുമോ എന്നുള്ളത് മൂക്ക് താഴേക്ക് നീണ്ടിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് പിണറായി വിജയന് വേണ്ടി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇട്ട ഉത്തരവാണ്. സർക്കാരിന് ദോഷകരമായി ബാധിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഉത്തരവ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് പിണറായി വിജയൻ കൊടുപ്പിച്ചത്. എന്നാൽ പിന്നീട് ജനങ്ങൾ
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾ വഴി ജനങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരിലുള്ള കടന്നുകയറ്റമാണ് എന്ന് മനസ്സിലാക്കി വേണമെന്നുണ്ടെങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കേസിന് പോയാൽ പിണറായി വിജയൻ തന്നെ കുടുങ്ങും എന്ന നില വന്നു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് പിൻവലിക്കുവാൻ തന്റെ ചീഫ് സെക്രട്ടറിക്ക് പിണറായി വിജയൻ ഉത്തരവിറക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഉത്തരവ് പിൻവലിച്ചത്. അതായത് സർക്കാരിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പാടില്ല. എന്നാൽ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. വയനാട്ടിൽ ദുരന്തമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഏതാണ്ട് ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾക്ക് 3 നേരവും ഭക്ഷണം വെച്ച് വിളമ്പിയിരുന്ന മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രി വിലക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് DIG തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്ത് വൈറ്റ് ഗാർഡ് അടക്കമുള്ള സംഘടനകളെ അവിടെ ഭക്ഷ്യ വിതരണത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. വെറും ഭക്ഷ്യവിതരണമല്ല അവർ നടത്തിയിരുന്നത്, അവരുടെ സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിൽ ദുരന്തം അനുഭവിച്ചവർക്കും ദുരന്ത ബാധിതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായ ആളുകൾക്ക്, ദുരിതാശ്വാസ പ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ള പ്രതിദിനം 10,000 പേർക്കാണ് 3 നേരവും അവർ വെച്ചു വിളമ്പിയിരുന്നത്. സർക്കാരിന്റെ 5 പൈസ കൈപ്പറ്റാതെ നടത്തിയിരുന്ന, പരിപൂർണമായി തന്നെ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ചിരുന്ന വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിലക്കിയത്. അതിന് മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. വയനാട്ടിൽ ഇന്ത്യൻ സേന ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സൈനികർ ഉൾപ്പെടെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട് അവിടെ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വിളമ്പുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മായം കലരാൻ പാടില്ല. സന്നദ്ധ പ്രവർത്തകർക്കും സേവന പ്രവർത്തകർക്കും കൊടുക്കുന്ന ഭക്ഷണം അതീവ ശുചിത്വപൂർണമായതായിരിക്കണം. ഒരു കാരണവശാലും അവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് വൈറ്റ് ഗാർഡ് അടക്കമുള്ള സന്നദ്ധ സേവന സംഘടനകൾ അവിടെ ഭക്ഷ്യവിതരണം ചെയ്യുന്നത് നിർത്തലാക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഭക്ഷ്യവിഷബാധയുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭടന്മാർക്കും സാധാരണക്കാർക്കും വളണ്ടിയേഴ്സിനും യാതൊരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള മറ്റുള്ള പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ വയറിളക്കമോ ഛർദിലോ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് വൈറ്റ് ഗാർഡ് അടക്കമുള്ള ആളുകൾ ദിനം പ്രതി 10,000 പേർക്ക് 3 നേരവും വെച്ച് വിളമ്പുന്ന ഈ ഭക്ഷ്യവിതരണ ശൃംഖലയെ നിർത്തലാക്കി എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. നോക്കണം എത്രത്തോളം നീതികെട്ട, നെറികെട്ട ഒരു പ്രവൃത്തിയായി പോയി എന്നുള്ളത്. എന്നിട്ട് പിറ്റേ ദിവസം, അതായത് ഇന്ന് മുതൽ സർക്കാർ ഏർപ്പെടുത്തിയ ഭക്ഷണത്തിൽ അവിടെ കൊടുത്തത് എന്താണ്? കെട്ടുകണക്കിന് പൂപ്പൽ പിടിച്ച, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡും കുറെ സാധനങ്ങളുമാണ് അവിടെ കൊണ്ടുവന്നിറക്കിയത്. സപ്ലൈകോയുടെ സ്റ്റോറിൽ നിന്നായിരിക്കണം എന്ന് തോന്നുന്നു. മുൻപും ഇതുപോലെ തന്നെ സർക്കാർ നേരിട്ട് ഉച്ചഭക്ഷണ പരിപാടികൾ നടത്തിയിരുന്ന സ്കൂളുകളിൽ പൂപ്പൽ പിടിച്ച അരി കൊടുത്തിട്ട് കുട്ടികൾ അത് കഴിച്ച് വയറിളക്കവും ഛർദിലും പിടിച്ച് കിടന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ സർക്കാരും സർക്കാരിനോട് അനുബന്ധമായ ആളുകളും സർക്കാരിന്റെ നേട്ടം, അതായത് സർക്കാരിനെ നയിക്കുന്ന CPM എന്ന സംഘടന, ഇടതുപക്ഷ സംഘടനയുടെ നേട്ടം മാത്രമാണ് നോക്കുന്നത്. ഇവിടെ സന്നദ്ധ പ്രവർത്തനത്തിനും സേവന പ്രവർത്തനത്തിനും ഭക്ഷണ വിതരണത്തിന് വരെ അത് CPMന്റെ പോഷക സംഘടനകളിലൂടെ മാത്രമായിരിക്കണം. എവിടെ നോക്കിയാലും CPMന്റെ കൊടിതോരണങ്ങൾ കെട്ടിയ വളണ്ടിയേഴ്സ് മാത്രമായിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും എല്ലാം കൂട്ടം ചേർന്നെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് സംഘടനയായ വൈറ്റ് ഗാർഡിനെ വരെ അവിടെ ഭക്ഷ്യ വിതരണത്തിൽ നിന്നും വിലക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ സംഭവത്തെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ യൂത്ത് നേതാവായ ഫിറോസും പറഞ്ഞത് ഇത് തന്നെയാണ്. ഇത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് സഹിക്കത്തക്കതല്ല. ഞങ്ങൾക്ക് പരാതി ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ദുരന്തം അനുഭവിക്കുന്നവരുടെ അടുത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ 3 നേരത്തെ നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്ന ഒരു അവസരം ഞങ്ങൾ സേവനമായി തന്നെയാണ് കണക്കിലെടുത്തിരുന്നത്. അതിനെ തടയുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നു. പക്ഷേ ദുരന്തമുഖത്ത് ഞങ്ങൾ ഒരു പ്രതിഷേധ ശബ്ദം ഉയർത്തില്ല. ഇനിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഔദ്യോഗികമായ ഒരു അനുമതി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ദിവസം പ്രതി എത്ര ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിലും സൗജന്യമായി തന്നെ നല്ല ഭക്ഷണം ശുചിത്വമായി വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വെച്ച് വിളമ്പാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ തയ്യാറാണ്, വൈറ്റ് ഗാർഡ് തയ്യാറാണ് എന്ന് തന്നെയാണ് ഫിറോസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്.
ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് കോപ്പുകൂട്ടുന്ന പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. വയനാട്ടിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്, ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നൊക്കെ കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടിയിട്ടും കേന്ദ്രത്തിന്റെ അതിനൂതന സാങ്കേതിക വിഭാഗം ഉപയോഗിച്ചുള്ള ഒരു ആഴ്ച മുമ്പ് തന്നെ ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതെല്ലാം അവഗണിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ ഏതാണ്ട് 400 ശിഷ്ടം അധികം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടു. 600-ലധികം വീടുകൾ നഷ്ടമായിരിക്കുന്നു, അതിലേറെ പേർ കാണാതായിരിക്കുന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 1500-നും 2000-നും അധികം ഇടയിൽ ആളുകൾ മരിച്ചിട്ടുണ്ടാകും എന്നുള്ള അനൌദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇത്തരം വലിയ ഒരു ദുരന്തത്തിലേക്ക് വയനാടിനെ തള്ളിവിട്ട സർക്കാർ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ കരുതലിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷയുണ്ടായി വയനാട്ടിലെ ആളുകൾ വയറിളക്കം പിടിച്ച് ചാവാതിരിക്കാൻ വേണ്ടി, സേവന സന്നദ്ധ പ്രവർത്തകർക്ക് വയറിളക്കവും ഛർദിലും വന്ന് മരിക്കാതിരിക്കുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ നേരിട്ട് തന്നെ ഭക്ഷണം വിളമ്പാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. സർക്കാരിന്റെ അടുക്കളയിൽ വെച്ച് വിളമ്പുന്ന ഭക്ഷണമേ ഇനി അവർക്ക് കൊടുക്കുകയുള്ളൂ. അതായത് സിവിൽ സപ്ലൈസിൽ നിന്നോ മറ്റോ ഇറക്കിയ പൂപ്പൽ പിടിച്ച ബ്രെഡും അങ്ങനെയുള്ള അനുബന്ധ സാധനങ്ങളുമാണ് ഇതുവരെയും ഇന്ന് രാവിലെ വരെ കിട്ടിയിരിക്കുന്നത് എന്നാണ് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കില്ല. സർവ്വതും നഷ്ടപ്പെട്ട് കഴിയുന്നവർക്ക് പിന്നെ എന്താണ് അവിടെ പറയാനുള്ളത്? എന്ത് രാഷ്ട്രീയം? അവർക്ക് അതിജീവനത്തിന്റെ രാഷ്ട്രീയം പോലും അറിയില്ല. കരയാൻ കണ്ണുനീർ പോലും ഇല്ലാതെ മരവിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ സാധിക്കാത്ത സർക്കാർ 3 നേരവും 10,000-ലധികം ആളുകൾക്ക് നല്ല ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം, ശുചിത്വമായ അന്തരീക്ഷത്തിൽ വെച്ച് വിളമ്പിയിരുന്ന ഒരു സംഘടനയെ രാഷ്ട്രീയ പ്രേരിതമായി മുടക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഇപ്പോൾ പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി വയനാടിനെ ബാധിച്ചിരിക്കുന്നു, ദുരന്തബാധിതരെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്.